അതുകൊണ്ട് വെള്ളത്തുണിയിൽ അങ്ങോട്ട് പൊതിയുമ്പോ നിങ്ങളുടെയും എന്റെയും ഒക്കെ അവസ്ഥ ഇതാണ്. പറയാൻ പറ്റില്ലല്ലോ തിരുവനന്തപുരം പള്ളിയിൽ ഞാൻ ജോലി നോക്കുമ്പോ 4 ചെറുപ്പക്കാര് ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം വരികയാണ്. 5 പേര്. അവർ ഒന്നുകൊടുക്കുകയാ. എന്നിട്ട് അവർ തർക്കമാണ്, ആരാണ് ഇമാമത്ത് നിൽക്കുക. അവർ 5 പേരും കൂടി പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളത് നിനക്കാണ്, അതുകൊണ്ട് നീ തന്നെ ഇമാമത്ത് നിൽക്കുക. അവരിൽ ഒരാൾ ഇമാമത്ത് നിൽക്കുകയാ. 37 വയസ്സുള്ള ആ പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ സുജൂദിൽ കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റിട്ടില്ല. സഹോദര, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് അസ്ർ നമസ്കാരത്തിന് വന്ന് 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം എന്തോ ആ സഹോദരൻ ചെയ്തിരിക്കുകയാണ്. നമ്മളോ എന്റെ പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തയുള്ള മരണം അല്ലാഹുവേ ഞങ്ങൾക്ക് തരില്ല റബ്ബേ. സ്വർഗത്തിലേക്ക് പോകുന്ന അടയാളം തരണേ അല്ലാ. വികൃതമാക്കല്ലേ റബ്ബേ, വികൃതമാക്കല്ലേ അല്ലാ. ഈ സരസിന്റെ ഇത്രയും ആവി കൊണ്ട് സന്തോഷിക്കുന്ന മഹമൂദിക്കായ പോലെ ഈ സരസിൽ കാല് വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത ശിഹാബുരങ്ങളെ പോലെ ലോകത്തിൽ നിന്ന് നന്മ നിറഞ്ഞ് മരണപ്പെട്ടു പോയവരെ മുമ്പ് നിർത്തിയിട്ട് ഞാൻ പറയുകയാ, എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് ഈ പള്ളിയുടെ ദാരിദ്ര്യമൊന്ന് മാറ്റിക്കൊടുക്കാൻ പറ്റുമോ? എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് ഈ പള്ളിയുടെ കട്ടപ്പാടൊന്ന് മാറ്റിക്കൊടുക്കാൻ പറ്റുമോ? ഒരാൾ മരണപ്പെട്ടു പോയാ ആ മരിച്ചുപോയ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അല്ലാഹു പൊറുക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? 40 സ്വാലിഹീങ്ങള്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പടച്ചോനെ പേടിക്കുന്ന 40 സ്വാലിഹീങ്ങള് ആ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറയുമ്പോഴാ. ഞാൻ മരിച്ചാൽ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെ എണ്ണി നോക്കിയോ എന്റെ പ്രിയപ്പെട്ടവരെ 40 അല്ല 400 ചെറുപ്പക്കാരെ എനിക്ക് കിട്ടുമല്ലോ. നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. എത്ര പേരുണ്ട് അല്ലാഹുവേ, എത്ര പേരുണ്ട് പടച്ചവരെ. ഞാനങ്ങ് മരണപ്പെട്ടു പോയാ എന്റെ മയ്യത്തിനെ കുറിച്ച് നല്ലത് പറയാ, എന്റെ ജീവിതത്തെ കുറിച്ച് നല്ലത് പറയാൻ എത്ര പേരുണ്ടല്ല. ചിന്തിച്ചു നോക്ക് ചെറുപ്പക്കാരാ. ഇന്ന് അവസാനം ഒരു ദുആ, നല്ല മരണം